ഞാനിങ്ങോട്ട് പോന്നപ്പോൾ ഒരു പാമ്പിനെ കണ്ട. അന്നേരം ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. വേറെന്തല്ല, ചില ആൾക്കാർ ഈ പാമ്പിനെ എന്താ പറയുക ദൈവമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ. അതേസമയം ക്രിസ്ത്യൻസ് ആണെങ്കിൽ പാമ്പിനെ പിശാചായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ പാമ്പ് പിശാചാണോ ദൈവമാണോ എന്ന് ഇപ്പം എനിക്കൊരു സംശയമുണ്ട്. അപ്പം ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എന്തൊക്കെയാ അല്ലേ ഇപ്പോൾ സമ്മതിക്കണം എന്തായാലും. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നല്ല മഴയാട്ടോ, നല്ല അടിപൊളി മഴയാണ്. നാളെ നല്ല മഴയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. വെള്ളം കാണുമ്പോൾ എനിക്ക് അങ്ങോട്ടൊന്ന് ചാടിയ കൊള്ളാന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ എന്താ പറയുന്നത്, ചാടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ ചാടാൻ തോന്നുന്നില്ല. നേരത്തെയൊക്കെ ഞാൻ ഈ വെള്ളത്തിലൊന്നും ഇത്രയും വെള്ളം വരുമ്പോൾ അങ്ങനെ ചാടാറൊന്നുമില്ല. നേരത്തെയൊക്കെ ഞാൻ മിക്കവാറും ഈ ഒരു എന്താ പറയുക ഒരു 7-8 വർഷം മുമ്പ് മിക്കവാറും ഫുൾ ടൈം ഈ വെള്ളത്തിൽ തന്നെ ആയിരുന്നു. രാവിലെ തൊട്ട് എന്ന് പറഞ്ഞ പോലെ മിക്കവാറും രാവിലെ തൊട്ട് ഉച്ച വരെ അങ്ങനെയൊക്കെ മിക്കവാറും ഈ വെള്ളത്തിൽ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ അധികം അങ്ങനെ വരാൻ എനിക്ക് തോന്നാറില്ല കേട്ടോ. എന്നാലും എല്ലാ ദിവസവും മിക്കവാറും തന്നെ ഞാൻ വരാറുണ്ട്. മഴയാണെങ്കിൽ എനിക്ക് അവിടെ നോക്കി കാണാം ഇവിടെ വെള്ളം. അപ്പോൾ ഞാൻ അത്ര അധികം വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ നോക്കാറില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ താഴെ ആയതുകൊണ്ട് മഴ എപ്പോഴെങ്കിലും അവിടെ ഫോറസ്റ്റിൽ നല്ല മഴ പെയ്യുന്ന ദിവസമാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഇവിടെ അത്ര നിൽക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്നായിരിക്കും വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മളങ്ങ് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം അധികം ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ തന്നെ ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളറിയില്ല, നമ്മൾ തന്നെ ചിലപ്പോൾ ഒഴുകിപ്പോയ സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടും ഉണ്ടാവില്ല. ഫോറസ്റ്റിൽ മഴ പെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ മഴ പെയ്തിട്ടും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, മഴക്കാലത്ത് എന്താ പറയുക, മഴക്കാലത്തും വേനൽക്കാലത്തും ഇതുപോലെ പെട്ടെന്നൊരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും അതുവരെ ചിലപ്പോൾ വെള്ളമൊന്നും കാണൂലായിരിക്കും. പക്ഷെ ആ പെട്ടെന്നുള്ളൊരു മഴ നിർത്താതെ ഒരു 5-6 മണിക്കൂർ നിർത്താതെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.